നമസ്കാരം, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രതിൻ വി പോത്തൻ. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ ഭാഗവുമായി ബന്ധപ്പെട്ട് ആമുഖം എന്നുള്ള ക്ലാസിന്റെ രണ്ടാമത്തെ സെക്ഷനിലേക്കാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വസ്തുതകൾ നമ്മൾ പഠിച്ചു. അതിന്റെ ബാക്കിയായിട്ടുള്ള കണ്ടന്റിലേക്കാണ് ഈ ഒരു ക്ലാസ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന വസ്തുതകൾ, ആമുഖത്തിന്റെ ശില്പി ആരാണ്, ജവഹർലാൽ നെഹ്റു എന്ന് പഠിച്ചു. അതുപോലെ ആമുഖം എന്നുള്ള ആശയം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്, US നിന്നാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ ആമുഖത്തിന്റെ സ്വഭാവത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ആ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ അത് ജനാധിപത്യപരമായിട്ടുള്ളതാണ്, അതുപോലെ പരമാധികാരം, ഇതൊക്കെ ഈ പറയുന്ന ആമുഖത്തിന്റെ അകത്ത് ഇന്ത്യൻ ഭരണഘടനയെ പറ്റി പറയുന്ന അതിന്റെ സ്വഭാവങ്ങളാണ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ആമുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ ഇൻഗ്രീഡിയൻസിലെ മൂന്നാമത്തെ പോയിന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യം എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 4 ഇൻഗ്രീഡിയന്റ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അതിൽ മൂന്നാമത്തേതാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ വരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യത്തെ പറ്റിയാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന എന്തിനാണ് വന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ആമുഖത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യം എന്ന രീതിയിൽ 4 കാര്യങ്ങളാണ് വരുന്നത്: ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഈ 4 കാര്യങ്ങളും രാജ്യത്ത് ഉറപ്പുവരുത്തുക എന്നതാണ് ഇന്ത്യൻ ഭരണഘടന കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ അതിൽ ആദ്യത്തെ പോയിന്റിലേക്ക് വരാം, ജസ്റ്റിസ്. അതായത് നീതി ഉറപ്പു വരുത്തുക എന്നത് ഭരണഘടനയുടെ ഉത്തരവാദിത്തമാണെന്നാണ് ആമുഖം പറയുന്നത്. എന്താണ് ജസ്റ്റിസ്? നീതി. അപ്പൊ നീതി എന്ന് പറയുമ്പോൾ എത്തരത്തിലുള്ള നീതിയാണ്? അത് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, അതായത് സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള നീതി ജനങ്ങളിൽ ഉറപ്പുവരുത്തുക എന്നത് ആരുടെ ചുമതലയാണ്? ഭരണഘടനയുടെ ചുമതലയാണ്, അല്ലെങ്കിൽ ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തത് ലിബർട്ടി എന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യം, ഫ്രീഡം എന്ന് വേണമെങ്കിലും പറയാം. ഇവിടെ ലിബർട്ടി എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്, സ്വാതന്ത്ര്യം. അപ്പം എന്തിനുള്ള സ്വാതന്ത്ര്യമാണ് ഭരണഘടന ഉറപ്പുവരുത്തുന്നതെന്ന് ചോദിച്ചാൽ, തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്. നമുക്ക് ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ വിശ്വാസത്തിനും വിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യം, അതുപോലെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം. അപ്പം ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഉറപ്പ് നൽകുന്നതാണ് നമ്മുടെ ഭരണഘടനയെന്ന് മനസ്സിലാക്കിയിരിക്കുക. അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം നൽകുക എന്നത് നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തതായിട്ടുള്ള ലക്ഷ്യമാണ് ഇക്വാളിറ്റി എന്ന് പറയുന്ന സമത്വം. നമ്മുടെ സമൂഹത്തിൽ സമത്വം നിലനിർത്തുക എന്നതും ഭരണഘടനയുടെ ലക്ഷ്യമാണ്. അപ്പൊ എത്തരത്തിലുള്ള സമത്വമാണ്? സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഈ പറയുന്ന നമ്മുടെ സ്റ്റാറ്റസും അതുപോലെ അവസരങ്ങൾ, ഈ കാര്യങ്ങളിൽ ഈ പറയുന്ന ഒരു സമത്വം ഉറപ്പുവരുത്തുക എന്നതും ഭരണഘടനയുടെ ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. നാലാമത് ഇട്ട് പറയുന്നതാണ് ഫ്രട്ടേണിറ്റി. എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹോദര്യം. ഓക്കെ, assuring the dignity of individual and unity and integrity. സാഹോദര്യം, അതായത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആള് നമ്മുടെ സഹോദരൻ ആണ് എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരികയും അല്ലെങ്കിൽ എല്ലാവരെയും കരുതേണ്ടതിന്റെ പ്രാധാന്യം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് ഭരണഘടനയാണെന്ന് ഓർത്തിരിക്കുക. അപ്പം നമ്മളിൽ സാഹോദര്യം വളർത്തിയെടുക്കുക എന്നതും, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സാഹോദര്യം വളർത്തിയെടുക്കുക എന്നതും ഭരണഘടനയുടെ ലക്ഷ്യമാണെന്ന് ഓർത്തിരിക്കുക. അപ്പം എന്തൊക്കെയാണ് ഭരണഘടനയിലൂടെ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യമെന്ന് ചോദിച്ചാൽ, നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഭരണഘടനയിൽ വരുന്ന 4ാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന രീതിയിൽ വരുന്നതാണ് ഭരണഘടന അംഗീകരിച്ച ഡേറ്റ് ആണ്. ആ ഡേറ്റ് കൂടി അവിടെ ഓർത്തിരുന്നോണം. ഭരണഘടന അംഗീകരിക്കുന്ന 1949 നവംബർ 26 തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് നവംബർ 26 നമ്മൾ നിലവിൽ എങ്ങനെ ആചരിക്കുന്നുണ്ട്? ഭരണഘടനാ ദിനമായിട്ട് അല്ലെങ്കിൽ നിയമദിനമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഭരണഘടനാ ദിനമായിട്ട് അല്ലെങ്കിൽ നിയമദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. എന്നാൽ ഭരണഘടന നിലവിൽ വരുന്ന 1950 ജനുവരി 26-നാണ്
എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഡേറ്റ് ആണ് 49 നവംബർ 26. ഇനി ഈ ഡേറ്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു ഡേറ്റ് ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? 1949 നവംബർ 26 എന്നുള്ള ഡേറ്റ് ആണ്. ഇതല്ലാതെ മറ്റൊരു ഡേറ്റും ഇന്ത്യൻ ഭരണഘടനയിൽ എങ്ങും കൊടുത്തിട്ടില്ല എന്ന വസ്തുത കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ഭരണഘടനയുടെ ആമുഖം നമ്മൾ പഠിക്കുമ്പോൾ അതുമായി ചേർത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റു ചില പോയിന്റിലേക്ക് വരാം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യാൻ സാധ്യമാണോ അല്ലയോ, അമെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അപ്പം ഭേദഗതി ചെയ്യാൻ സാധ്യമാണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാ കാര്യങ്ങളും ഭേദഗതി ചെയ്യാൻ സാധ്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആമുഖവും ഭേദഗതി ചെയ്യാൻ സാധ്യമാണ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പല പരീക്ഷയിലും ചോദിച്ചിട്ടുള്ളതാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഇതുവരെ ഒറ്റ പ്രാവശ്യമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ആ ഭേദഗതിയാണ് 42ാം ഭേദഗതി. നടക്കുന്ന വർഷം 1976 ആണ്. 1976 42ാം ഭേദഗതി നമ്മൾ നേരത്തെ പല ക്ലാസ്സിലും പറഞ്ഞതാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ്. ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൊണ്ടുവന്ന ഒരു ഭേദഗതിയാണ് 42ാം ഭേദഗതി. അതുകൊണ്ടാണ് അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടത് ഒരു പ്രാവശ്യമേ ഉള്ളൂ. അതിന് കാരണമായ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ്. അങ്ങനെ 42ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത, അങ്ങനെ 42ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത 3 വാക്കുകളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് ഓർത്തിരുന്നോണം. സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. അപ്പം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ആമുഖം ഉണ്ടായിരുന്നു. എന്നാൽ ഈ 3 പദങ്ങൾ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആമുഖത്തിന്റെ അകത്ത് ഇല്ലായിരുന്നു. ഈ 3 പദങ്ങൾ പിന്നീട് 42ാം ഭേദഗതി പ്രകാരമാണ് ആമുഖത്തിന്റെ അകത്ത് കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെ കൂട്ടിച്ചേർത്ത 3 പദങ്ങൾ ഓർത്തിരുന്നോണം. സോഷ്യലിസം, മതേതരത്വം, അതുപോലെ അഖണ്ഡത. സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ഇന്റഗ്രിറ്റി. ഈ 3 പദങ്ങളാണ് ഈ 42ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ ആമുഖം പഠിക്കുന്ന സമയത്ത് അടുത്തതായിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പൊ ഈ ആമുഖവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഒരു തർക്കമാണ്, ആമുഖം ഭരണഘടനയുടെ ഭാഗം ആണോ അല്ലയോ എന്നൊരു തർക്കം. അപ്പം ഈ തർക്കം വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പല കേസുകളും കോടതിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ സുപ്രീം കോടതിയിൽ വരികയും സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് പല വിധികൾ പറയുകയും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന 3 കേസുകളുടെ പേരുകൾ ഇവിടെ ഓർത്തിരുന്നോണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ ഒരു കേസാണ് ബറൂബാരി കേസ്. 1960 വന്ന ഒരു കേസാണ്. അപ്പം പരീക്ഷയ്ക്ക് വേണേ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് വന്ന കേസ് ഏതാണ്? അപ്പൊ അതിൽ വരുന്ന ഒരു കേസാണ് ബറൂബാരി കേസ്. 1960 വരുന്നത്. അപ്പം ബറൂബാരി കേസിന്റെ വിധി വരുന്ന സമയത്ത് സുപ്രീം കോടതി പറയുന്നുണ്ട്, ആമുഖം ഭരണഘടനയുടെ ഭാഗം അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഒന്നാമത്തെ പോയിന്റ് ആയല്ലോ. അപ്പം ആമുഖം ഭരണഘടനയുടെ ഭാഗം അല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഏത് കേസിലാണ്? ഏതാണ്? ബറൂബാരി കേസ്. എന്നാൽ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ മറ്റൊരു കേസ് വരുന്നുണ്ട്. സുപ്രീം കോടതിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നിയമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്ന കേസ്. 1973 ഈ കേസിന്റെ വിധി വരുന്നത്. ആ കേസിന്റെ വിധി വരുന്ന സമയത്ത് സുപ്രീം കോടതി പറയുന്നുണ്ട്, ആമുഖം ഭരണഘടനയുടെ ഭാഗം ആണെന്ന് പറയുന്നുണ്ട്. എന്താണ്? ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞ കേസാണ് ഏത്? കേശവാനന്ദ ഭാരതി കേസ്. അപ്പം ആദ്യം ബറൂബാരി കേസിൽ പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് പറഞ്ഞു. എന്നാൽ 73 കേശവാനന്ദ ഭാരതി കേസിന്റെ വിധി വരുമ്പോൾ സുപ്രീം കോടതി പറയുന്നു ആമുഖം ഭരണഘടനയുടെ ഭാഗം ആണെന്ന് പറയുന്നു എന്ന് ഓർത്തിരിക്കുക. ഇനി അതേ കാര്യം തന്നെ സുപ്രീം കോടതി ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നുണ്ട് 1995 വരുന്ന മറ്റൊരു കേസിന്റെ വിധിയിലൂടെ. അതാണ് LIC ഓഫ് ഇന്ത്യ കേസ് എന്ന് പറയുന്നത്. അതായത് LICയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കേസ് വരുന്നുണ്ട്. അതിന്റെ വിധി പറയുമ്പോൾ സുപ്രീം കോടതി 73 കാര്യം ഒന്നുകൂടെ എടുത്തു പറയുന്നു, ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന്. അപ്പം 3 കേസുകൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തേത് ബറൂബാരി കേസ്. അവിടെ സുപ്രീം കോടതി പറയുന്നു ആമുഖം ഭരണഘടനയുടെ ഭാഗം അല്ലെന്ന്.
എന്നാൽ 73-ൽ കേശവാനന്ദ ഭാരതി കേസിലും പിന്നീട് 95-ലെ LIC കേസിന്റെ കാര്യത്തിലും സുപ്രീം കോടതി പറയുന്നുണ്ട് ആമുഖം ഭരണഘടനയുടെ ഭാഗം ആണെന്ന് പറയുന്നു. അപ്പം നിലവിൽ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ആണ് എന്നുള്ളതാണെന്ന കാര്യം കൂടി അവിടെ ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഈ രീതി ചോദിക്കാൻ കൊള്ളാം. അപ്പം ഈ 3 കേസുകൾ കൂടി ഇതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടൊന്ന് ഓർത്തിരിക്കുക. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ ആമുഖം ജസ്റ്റിസിബിൾ ആണോ നോൺ ജസ്റ്റിസിബിൾ ആണോ. അപ്പം ജസ്റ്റിസിബിൾ നോൺ ജസ്റ്റിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമുഖം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കുമോ ഇല്ലയോ. ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ഇത് നോൺ ജസ്റ്റിസിബിൾ ആണെന്ന് ഓർത്തിരിക്കുക. അതായത് ആമുഖം കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 3 കേസ് എന്താണെന്ന്. അപ്പം ഈ 3 കേസ് ശ്രദ്ധിക്കണം. ഈ 3 കേസ് ഈ ആമുഖത്തിനെതിരെ വന്ന കേസല്ല. ഇത് വ്യത്യസ്ത സാഹചര്യങ്ങൾ വന്ന 3 കേസാണ്. പക്ഷെ ആ കേസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് കോടതിയിൽ ഈ വിഷയവും ചർച്ച ചെയ്യുകയും അങ്ങനെ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി പറഞ്ഞ കാര്യങ്ങളാണ്. അല്ലാതെ ഒരിക്കലും ആമുഖത്തിനെതിരെ കൊടുത്ത കേസ് അല്ലെങ്കിൽ ആമുഖം ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ വന്ന കേസുകളെ അല്ല. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചു വെച്ചോണം, ആമുഖം നോൺ ജസ്റ്റിസിബിൾ, ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു കാര്യം എന്ന രീതിയിലാണ് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഭരണഘടനയിലെ ചില കാര്യങ്ങൾ നോൺ ജസ്റ്റിസിബിൾ ആണ്. അതിൽ ഒന്നാണ് ആമുഖം. പിന്നീടാണ് ഇനി പഠിക്കാൻ പോകുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങൾ, അതുപോലെ മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഈ 3 കാര്യങ്ങൾ ഭരണഘടനയിൽ നോൺ ജസ്റ്റിസിബിൾ അല്ലെങ്കിൽ നോൺ ക്വസ്റ്റ്യനബിൾ സെക്ഷൻസ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരാം. ഈ ഒരു ടോപ്പിക്കിലെ അവസാനത്തെ സെക്ഷനാണ്. പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഈ ആമുഖത്തെ പല ഭരണഘടനാ വിദഗ്ധന്മാരും പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല രീതിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. ആ കമന്റുകളാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇത് പരീക്ഷയ്ക്ക് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇന്നയാളെ എങ്ങനെ കമന്റ് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മാർക്ക് ദ ഫോളോവിങ് എന്ന രീതിയിലും ഇവിടെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വ്യക്തമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഓരോ ചിന്തകരും എങ്ങനെയാണ് ആമുഖത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് KN മുൻഷി. KM മുൻഷി. ആ പേര് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. കാരണം ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗമായിരുന്ന വ്യക്തിയാണ് ആര്? KM മുൻഷി. അദ്ദേഹം ആമുഖത്തെ വിശേഷിപ്പിച്ചതാണ് രാഷ്ട്രീയ ജാതകം. അപ്പം രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? KM മുൻഷി എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഭരണഘടനയുടെ ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? അത് താക്കൂർ ദാസ് ഭാർഗവ്. ആരാണ്? താക്കൂർ ദാസ് ഭാർഗവാണ് ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇനി അടുത്തത് ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് ബാർക്കർ. ആരാണ്? ഏണസ്റ്റ് ബാർക്കർ ആണ് ഭരണഘടനയുടെ കീ നോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഇനി അടുത്ത ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചേ. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ്. എന്താണ്? ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? NA പൽക്കിവാല. ആരാണ്? NA പൽക്കിവാല. അപ്പം KM മുൻഷി എങ്ങനെയായിരുന്നു? രാഷ്ട്രീയ ജാതകം. ആത്മാവ്, ഭരണഘടനയുടെ ആത്മാവ് താക്കൂർ ദാസ് ഭാർഗവ്. ഭരണഘടനയുടെ കീനോട്ട് ഏണസ്റ്റ് ബാർക്കർ. അതുപോലെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് NA പൽക്കിവാല. ഇനി അടുത്തതൊന്ന് ശ്രദ്ധിച്ചേ. സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് M ഹിദായത്തുള്ള. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി താരതമ്യം ചെയ്യുന്നു എന്നാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നുണ്ട്, അതുമായിട്ട് ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ താരതമ്യം ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് M ഹിദായത്തുള്ള എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ഇത്രയും പറഞ്ഞ ഈ പോയിന്റുകൾ നിർബന്ധമായിട്ടും ഇങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുക. നമ്മൾ പ്രത്യേകിച്ച് കോഡുകളൊന്നും ഉപയോഗിച്ച് ഈ പറയുന്ന ക്ലാസ്സിൽ ഒരു കാര്യവും പഠിപ്പിക്കുന്നില്ല. കാരണം ഈ പറയുന്ന കോഡുകൾ ഉപയോഗിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു പ്രശ്നം, ഈ പരീക്ഷയ്ക്ക് എങ്ങാണ് ഈ കോഡ് മറന്നുപോയെങ്കിൽ ഇത് മുഴുവനും മറന്നുപോകും.
അപ്പം കോഡും പഠിക്കണം, ഇതും പഠിക്കണം. അതിനെക്കാട്ടി നല്ലത് കോഡ് ഒഴിവാക്കി ഇത് നേരിട്ട് അങ്ങ് പഠിക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ തൽക്കാലം ഇതിനൊന്നും പ്രത്യേകിച്ച് കോഡുകളോ മറ്റ് ഷോർട്ട് കട്ടുകളോ ഒന്നുമില്ല, നേരിട്ട് തന്നെ അത് പഠിച്ചു പോവുക, അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇനി വേറൊരു കാര്യം, ഞാൻ ഏതെങ്കിലും കോഡോ മറ്റു കാര്യങ്ങളോ ഒക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു വ്യൂ പോയിന്റ് ആയിരിക്കും, നിങ്ങൾക്ക് അത് ചിലപ്പോൾ എളുപ്പമാണോ നിർബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് പിന്നെയും ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡുകളോ മറ്റു കാര്യമോ വേണമെങ്കിൽ അവർ വരെ തന്നെ അങ്ങ് ഉണ്ടാക്കി പഠിച്ചു, അപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം ഇത് നേരിട്ട് തന്നെ ആരെ എങ്ങനെ പരാമർശിച്ചു എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ പറയുന്ന ആമുഖത്തിന്റെ ആ ഒരു പേജ് നമ്മൾ ആദ്യം കണ്ടു. ഇതാണ് ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. അതിൻ്റെ ഇവിടെ പല ഈ പറയുന്ന ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിന്റെ അകത്ത് ഇങ്ങനെ ചില ഡിസൈനുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഡിസൈൻ വർക്ക് നടത്തിയതാരാണ്? അതായത് ആമുഖം പേജ് ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് റാം മനോഹർ സിൻഹ എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ആ ഒരു പേജ്, ആമുഖ പേജ് ഡിസൈൻ ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് റാം മനോഹർ സിൻഹ എന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് ആരാണ് എന്ന് നമ്മൾ മുൻപൊരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പം അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. അന്ന് പഠിച്ചവർക്കൊക്കെ അത് ഓർമ്മയുണ്ടായിരിക്കും. ഇല്ല എങ്കിൽ ആ ഒരു ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും ആമുഖം ഡിസൈൻ ചെയ്ത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? റാം മനോഹർ സിൻഹ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. എല്ലാ പോയിന്റുകളും വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും വിട്ടുകളയാതെ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ക്ലാസ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി.